ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നൊരു മീഷോ കുർത്ത സെറ്റ് ഹോളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മീഷോയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു 4 കുർത്ത സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 3 കുർത്ത സെറ്റും ഒരു നോർമൽ കുർത്തിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ കാര്യം ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. സംഭവം നല്ലതാണോ, എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ, മെറ്റീരിയൽ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ചുമ്മാ കാട്ടിലിട്ട് വെക്കും. പക്ഷേ വേറെ ഒരാൾ അത് വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്കത് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേദന വീഡിയോയിട്ട് പോകാം. വീഡിയോയിട്ട് പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുർത്ത സെറ്റ് ഹോളിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ വാങ്ങിയ കുർത്ത സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് എല്ലാം റയോൺ മെറ്റീരിയലാണ്. റയോൺ കോട്ടൺ മിക്സ്. കോട്ടൺ ഞാൻ ആക്ച്വലി ചൂടായതുകൊണ്ട് എനിക്കിപ്പം നമ്മുടെ തണുപ്പും ഈ ജോർജറ്റ് അങ്ങനത്തെ മെറ്റീരിയലൊന്നും എൻ്റെ ബോഡിക്ക് പറ്റത്തില്ല. എന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകാൻ തുടങ്ങി, ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ എനിക്ക് കോട്ടണോ റയോണോ മാത്രമേ എൻ്റെ ബോഡിയിൽ ഇപ്പം പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കോട്ടണും റയോൺ ടൈപ്പായിട്ട് സാധനം വേണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പം എല്ലാം ബിലോ 500 റേറ്റ് മാത്രമേ കൂടുതലുള്ള ഒരു സാധനം എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു സാധനമാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടെ ത്രെഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ത്രെഡ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വി നെക്ക് പോലെ, ഇവിടെ ഈ ഡിസൈൻ വന്നിട്ട് ഇവിടെ ഒരു വി നെക്ക് പോലെയാണ് വരുന്നത്. 3/4 ആണ് ഹാൻഡ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു 45-46 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. പിന്നെ ബോട്ടം ഉണ്ട്. ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോട്ടമാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് കുറച്ച് ലൂസായിപ്പോയി. ഞാൻ ലാർജാണ് ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷേ എനിക്ക് കുറച്ച് നല്ല ലൂസായിപ്പോയി. പിന്നെ ലെങ്ത്ത് ഞാൻ ആക്ച്വലി ഇത്രയല്ല പ്രതീക്ഷ, കുറച്ചും കൂടെ ലെങ്ത്ത് എനിക്ക് വേണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മേ ബി ഞാനിത് റിട്ടേൺ ചെയ്തേക്കാം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ഇനി റീസ്റ്റിച്ച് ചെയ്യാൻ നടക്കണം. പക്ഷേ എനിക്ക് സാധനം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്തതിന് മുമ്പുള്ള റിവ്യൂ കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഇത് വാഷ് ചെയ്ത് പോകാനായിട്ട് ഒന്നുമില്ല. ബ്ലാക്ക് അല്ല, ഈ ബ്ലാക്കിൻ്റെ ഇവിടെ കാണുന്ന ഈ ഡോട്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ദാ ഈ ഒരു ത്രെഡ് വർക്കാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ എൻ്റെ ഒരു ഫസ്റ്റത്തെ ഈ ഒരു കുർത്ത സെറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ലൂസും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ലെങ്ത്തും അല്ല എന്നുള്ളതൊന്ന് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പക്കയാണ് കേട്ടോ. പിന്നെ ബാക്ക് പറയുവാണെങ്കിൽ ഫുൾ പ്ലെയിൻ ആണ് ബാക്കിൽ. പിന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചത് ഇത് കണ്ടില്ലേ, ഒരു കാഫ് ലെങ്ത്ത്, ആങ്കിൾ ലെങ്ത്ത് നമുക്ക് വേണം പറയാം. പക്ഷേ എനിക്ക് സത്യം പറയാം ഈ ബോട്ടമൊക്കെ കുറച്ച് നല്ല ലോങ് ആയിട്ട് താഴെ വരെ കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എല്ലാം ഈ ട്രെൻഡ് ഇങ്ങനെയാണല്ലോ. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ നടക്കുമ്പോൾ എനിക്ക് ഉള്ളോട്ട് കയറി പോകാറുണ്ട്. അതെന്താണെന്ന് എൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇതാണ് ഫസ്റ്റ് സെറ്റ്. അപ്പം മേ ബി ഇതിൻ്റെ ലൂസ് കാരണവും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ലെങ്ത്ത് കുറവ്, കാഫ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലെങ്ത്തേ സംഭവമുള്ളൂ. അപ്പം കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ബാക്കിയെല്ലാം കൂടെ എനിക്ക് ഓക്കെയാണ്. എന്നാലും ഞാൻ ചിലപ്പം, ഉറപ്പൊന്നുമില്ല, ചിലപ്പം ഞാൻ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്ന സെറ്റ് ഇതാണ്. അടുത്ത സാധനം ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇത് എങ്ങനത്തെയുള്ള സാധനമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ്. ലാർജാണ് ഞാൻ സൈസ് വാങ്ങിയത്. ഇത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടെ സെറ്റായിട്ടുള്ള സാധനമാണ് കേട്ടോ. റേറ്റ് 500 താഴെയുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ടൈറ്റാണ്. ഇതിൻ്റെ ഇവിടം കൊണ്ട് ടൈറ്റാണ്, നിങ്ങൾക്ക് ഇവിടെയൊക്കെ മനസ്സിലാവും. ഇത് നല്ല കനം കുറവാണ് കേട്ടോ. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് സംഭവം. പക്ഷെ എന്നാൽ റയോണാണ്, നല്ല സുഖമാണ്. ഞാൻ ലാർജ് സൈസ് ഓർഡർ ചെയ്ത് എനിക്കിപ്പോൾ നല്ല ലൂസായിട്ട്, എനിക്കിങ്ങനെ കാണുമ്പോൾ കുറച്ച് ക്യാമറയിൽ എനിക്കിത് കാണുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കര ടൈറ്റാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കയറുമല്ലോ നല്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബാക്കിലൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട്. എനിക്ക് ഇങ്ങനെയൊന്നും ടൈറ്റായിട്ട് എനിക്ക് ഡ്രസ്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ലൂസ് ഡ്രസ്സ്
കിടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊത്തി പിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒരു അടുത്ത സെറ്റ്. പക്ഷേ ഇതിൻ്റെ ഷോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ. നല്ല രസമുണ്ട്. സൈഡിൽ കൂടെ ഈ വർക്കൊക്കെ വന്നിട്ട് ഇത് ഞാൻ സത്യം പറയാം എനിക്കിത് ഫിറ്റ് ആവാത്തില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് എനിക്കിത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കണ്ടില്ല ഇങ്ങനെ ഈ സൈഡ് എനിക്കിങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ ടൈറ്റ് ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇവിടെ കണ്ടില്ലേ ഭയങ്കര ടൈറ്റായിട്ട് നല്ല ട്രാൻസ്പെറൻറ്റുമാണ് സംഭവം. നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. നല്ല ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ റയോണിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അടുത്ത സൈസായിരിക്കും ഞാൻ വാങ്ങാൻ പോവുക. കാരണം എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഈ ദുപ്പട്ടയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാർജ് സൈസ് ആണെങ്കിലും ഇത് കണ്ടില്ലേ നല്ല ലൂസാണ്. താഴെ വരെ ലെങ്ത്തും ഉണ്ട്. ബോട്ടത്തിൻ്റെ വേസ്റ്റ് ഉള്ളത് ഇവിടെയും ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങ് താഴെ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖമാട്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഏതായാലും എനിക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സൈസ് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനത് റിട്ടേൺ കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഇടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് ടൈറ്റാണ്, അതാണ് പ്രശ്നം. നമുക്ക് വേറെ അറ്റത്താണ് സ്റ്റിച്ച് വരെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും റിട്ടേൺ ചെയ്ത് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മീഷോയിൽ നിന്ന് വാങ്ങിയ അടുത്ത കുർത്ത സെറ്റ്. അടുത്തത് ഒരു കഫ്താനാണ് കേട്ടോ. എൻ്റെ പൊന്നെയോ ഒരു രക്ഷയില്ല പറയാൻ വേണ്ടിയിട്ട്. അത്രയും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗി. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ബോഡിയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി കുറച്ച് ലൂസാണ് സംഭവം. ഞാൻ ലാർജാണ് ഞാൻ സൈസ് വാങ്ങിയത്. പക്ഷേ ലാർജ് സൈസ് വാങ്ങിയപ്പം നല്ല ടൈറ്റായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കഫ്താനല്ലേ നമുക്ക് എത്ര വേണമെങ്കിലും ലൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാനിത് ഒന്ന് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചധികം എനിക്ക് ലൂസായിപ്പോയി. പക്ഷേ എന്നാലും നോക്ക് പാകത്തിനുള്ള നല്ല ഭംഗി. ഇതിൻ്റെ താഴെ ഒരു റെഡ് ലെഗിനും കൂടെ നമ്മൾ പെയർ ചെയ്യുവാണെങ്കിൽ സൂപ്പർ ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡ് ലെഗിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് തന്നെ ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഈ സംഭവം നമ്മുടെ ബോഡിയിൽ ഇടുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു കഫ്ത നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ നിങ്ങൾക്ക് 101% ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ലാർജ് സൈസ് വാങ്ങിയിട്ട് എനിക്ക് ഞാൻ ഇപ്പോൾ എല്ലാ ഡ്രസ്സും ലാർജാണ് വാങ്ങാറ്. പക്ഷേ എനിക്ക് കുറച്ച് ലൂസായിരുന്നു, കുറച്ച് ടൈറ്റായി പോയത്. പക്ഷേ നമുക്കിത് ലൂസാക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടോ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് ഒന്നും വന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടൈ ചെയ്തിട്ട് ഇതിങ്ങനെ ക്രോസിൽ പോകുന്നത്. ഇതിലിങ്ങനെ ഒരു പ്രിൻ്റഡ് ആണ്. ഈ ഒരു ഡോട്ട്സ് ഇങ്ങനെ പോകുന്നത് പ്രിന്റ് വർക്കാണ് പോയിരിക്കുന്നത്. ഫുള്ള് ബോഡി ഫുൾ ഈ ഒരു വർക്ക് പോകുന്നതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നമ്മൾ കഫ്താനൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വണ്ണമൊക്കെ തോന്നുള്ളൂ. പക്ഷേ ഞാൻ നോക്കിയിട്ട് കഫ്താനൊക്കെ ഇടുമ്പോൾ നല്ല ബോഡിക്ക് നല്ല ഒതുക്കമുള്ള പോലെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു കഫ്താൻ അടിപൊളിയാണ്. ഇതും 500 രൂപയെ താഴെ റേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ റേറ്റ് ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ എൻ്റെ ഇതൊരു സെറ്റല്ല, ഞാൻ പറഞ്ഞില്ലേ കഫ്താൻ ഒരു കുർത്തിയായിട്ട് തന്നെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് താഴേക്ക് ഈ ഒരു ഭാഗം വരെ ഓപ്പൺ ആണ് കേട്ടോ. ഫുള്ള് കവർ ചെയ്തിട്ടല്ല, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം വരെ ഇങ്ങനെ ഓപ്പൺ ആണ്. പിന്നെ ഇവിടെ താഴേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ഈ ഒരു സംഭവം ഇല്ലേ, ഇതിനെന്നാ പേര് പറയുന്നത്, ഈ ഒരു സംഭവം ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടൈ ചെയ്യുന്നതിൻ്റെ ഇവിടെ ഈ ഒരു സംഭവം കൂടി ഉണ്ട്. ഇതിനൊക്കെ എന്നാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. മേ ബി ഒരു വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കും പോകുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പോകുന്നതോടെ പോയാലും ഈ ഒരു റെഡ് വള്ളി തന്നെ ഇവിടെ കിടക്കുവാണെങ്കിൽ തന്നെയും സംഭവം നന്നായിട്ട് തന്നെ അവിടെ കിടക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മുത്തുകളൊക്കെ വാങ്ങി ഇവിടെ പിടിപ്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഏതായാലും സംഭവം അടിപൊളി. ഈ ഒരു റേറ്റിന് 500 രൂപയെ താഴെയുള്ളൂ. ഈ ഒരു റേറ്റിന് ഒന്നും പറയാനില്ല, അടിപൊളി. ഇത് ഞാൻ വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ കൂടെ പറയുന്നത്. ഒരു തുള്ളി കളർ പോയിട്ടില്ല. അടിപൊളി സാധനമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ ഞാൻ പുകഴ്ത്തി പറയുന്നത് കേട്ടോ. കണ്ണു അടച്ച് വാങ്ങിക്കും. അടുത്തത് ഈ ഒരു ദുപ്പട്ട സെറ്റാണ് കേട്ടോ. വെറും 389 രൂപയേ ഉള്ളൂ. ടോപ്പിന് ഇത്രയും ഒരു ലെങ്ത് ആണുള്ളത്. ഒരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ടാണുള്ളത്. 3/4 ലെങ്ത് ആണുള്ളത്. താഴെ ഒരു സ്കേർട്ടാണ്. ആക്ച്വലി അതെനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഞാനത് സ്കേർട്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങില്ലായിരുന്നു. അത് നമ്മുടെ ഈ ഒരു നല്ല ലൂസിലുള്ളൊരു പലാസോ പോലെയുള്ള സംഭവമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിയത്. കൈ കിട്ടിയപ്പോഴാണ് സ്കേർട്ടാണെന്ന് മനസ്സിലായത്. പക്ഷേ ബോഡിയിൽ ഇട്ടിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ സ്കേർട്ട് പോലത്തെ ടൈപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങാവുന്നതാണ്. എനിക്ക് അതിനോടൊരു താല്പര്യക്കുറവുള്ളത് കൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലാത്തതുകൊണ്ട്. ഷോളിന് ചെറിയ ലെങ്ത് കുറവുണ്ട്, എന്നാലും അടിപൊളിയാണ് കേട്ടോ. സാധനം അടിപൊളിയാണ്. സ്കേർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ അടുത്ത കുർത്ത സെറ്റ്. ഇത് നിങ്ങൾ മീഷോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെപ്പോൾ മീഷോ ഓപ്പൺ ചെയ്താലും കാണുന്നതാണ്. ഇതിങ്ങനെ
ഈ ഒരു കുർത്ത സെറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വരും. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് ഇത് എ ലൈൻ ആണെന്നാണ്, പക്ഷേ ഇത് എ ലൈൻ അല്ല, സ്ലിറ്റഡ് ആണ് കേട്ടോ. സംഭവം സ്ലിറ്റഡ് ആണ്, പക്ഷേ ഇത്രയും താഴ്ന്നിട്ടാണ് ഇതിൻ്റെ സ്ലിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പറയുവാണെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ ലാർജാണ് സൈസ് ഓർഡർ ചെയ്ത്, 3/4 ആണ് ഹാൻഡ്. ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത്ത് ഉണ്ട്. എനിക്കൊന്നൊരു 47 ഒക്കെ ലെങ്ത്ത് ഉണ്ട്. പിന്നെ ബോട്ടം ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ദുപ്പട്ടയുണ്ട്. അപ്പം ദുപ്പട്ട ഇല്ലാണ്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സംഭവം ദാ ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കണ്ട എ ലൈനാണെന്നേ തോന്നത്തുള്ളൂ. സൈഡിലായിട്ട് ഇങ്ങനെ ടൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ഞാനിതിട്ടിട്ട് എനിക്ക് വണ്ണം തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം എനിക്കിതിട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷേ സംഭവം കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു വണ്ണം തോന്നുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് മാത്രം കേട്ടോ. അപ്പം നല്ല പ്യുവർ കോട്ടൺ ആണ്, ദേഹത്തിട്ടാലും നല്ല ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ. ഈ ഒരു ബീഡ്സ് വർക്ക്, അതിനെന്താ പറയുക, ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ഇങ്ങനെ 3/4 ഹാൻഡ് ഇവിടെ ഇങ്ങനെ സംഭവം. ഇതിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടാണ് ഈ ഒരു നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ടൈ ചെയ്ത് നമുക്ക് എത്ര വേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് ഷേപ്പ് കിടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ തള്ളി നിൽക്കുന്നുണ്ടോയെന്ന്, ഇങ്ങനെ ഒരു എല്ലാം കൂടി കൂടി വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലായില്ല. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു എ ലൈൻ പോലെ നമുക്കിത് തോന്നത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രിൻ്റഡ് ആണ് സംഭവം, എല്ലാം പ്രിൻ്റഡ് തന്നെയാണ് കേട്ടോ. ഇതങ്ങനെ പോകുന്ന പ്രിൻ്റൊന്നും അല്ല. ഇങ്ങനെ ഒരു ദുപ്പട്ട സൈഡിൽ ഇങ്ങനെ അടിച്ച് വെച്ച് ലോക്കല്ല, ജസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് പോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. സംഭവം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിത് മീഷോ എപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. വേണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ ഇരുന്ന സാധനമാണ്. ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ റിവ്യൂസൊക്കെ നോക്കാൻ നേരത്തെ തന്നെ അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വേണോ വേണ്ടയോ ഇങ്ങനെ സംശയത്തിൽ ഇരുന്ന് ലാസ്റ്റ് ഏതായാലും ഒരു കോട്ടൺ സാധനം എനിക്ക് വേണമല്ലോ എന്നുള്ളൊരു വിചാരത്താൽ ഞാനങ്ങ് കൺഫേം ചെയ്ത് എടുത്താണ് കേട്ടോ. സൈസൊക്കെ കറക്റ്റാണ്, പക്ഷെ എന്നാലും എനിക്ക് അത് ഞാൻ എൻ്റെ ബോഡി ഇപ്പം ഞാനിങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മെലിഞ്ഞ് ഷേപ്പ് നമ്മുടെ മെഷർമെൻറ്റ് വല്ലാതെ മാറിപ്പോകുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് അല്ലെങ്കിൽ ലാർജൊന്നും എനിക്കിങ്ങനെ ലൂസ് ആവേണ്ടതല്ല. അപ്പം ഇത്രയും കണ്ടില്ലേ നല്ല പോലെ എനിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ലൂസാണ്. ഇതിൽ ടൈ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ടൈറ്റായിട്ട് എനിക്ക് നിൽക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി, സംഭവം റെഡി ആയിക്കോളും. ഏതായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഒരു കുറ്റവും കുറവും എനിക്ക് പറയാനുമില്ല. പിന്നെ ഇങ്ങനത്തെ എൻ്റെ ബോഡിക്ക് ഇത് വണ്ണം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല. അല്ലെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യാൻ സാധ്യത കുറവാണ്. റിട്ടേണിനെ പറ്റി ചിന്തിക്കാനും സാധ്യതയില്ല കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വണ്ണം തോന്നുന്നുണ്ടോ എന്നുള്ള ഡൗട്ടിൽ മാത്രം ഈ ഒരു സൈഡ് ഭാഗത്തെ ഇവിടെ കുറച്ചങ്ങ് ഷേപ്പാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഒതുങ്ങി നിന്നോളും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും സംഭവം ഞാൻ തീരുമാനിച്ചു റിട്ടേൺ ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ട്, ഒരു വണ്ണത്തിൻ്റെ ഒരു തോന്നലുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഏതായാലും ഇത്രയും മൂടിപ്പോയി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ മീഷോയിൽ നിന്നും ഈ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള എൻ്റെ കുർത്ത സെറ്റ് അല്ലെങ്കിൽ കുർത്ത ഹോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. എനിക്ക് ഓരോന്ന് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. ഓരോന്നിൻ്റെ റിവ്യൂ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നിനും ലൈനിങ് ഇല്ല കേട്ടോ, ഒന്നിനും തന്നെ ലൈനിങ് ഇല്ല. എല്ലാത്തിൻ്റെ റേറ്റും ബിലോ 500 ആണ് താനും. പിന്നെ മെറ്റീരിയൽ എല്ലാം കോട്ടണും റയോണും ആണ്. പക്ഷേ ഇതൊന്നും ലൈനിങ് ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല, ഒരു വൃത്തികേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. സാധനം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.